എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഒന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ സ്റ്റഡി, അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാരണമാണ് ലേബറിൻ്റെ ഇൻകത്തിൽ കുറവ് വന്നത് എന്ന് കണ്ടുപിടിച്ചേക്കാണ്. അത് സെപ്റ്റംബർ എഡീഷനിലാണ് വന്നേക്കുന്നത്. ഓക്കെ, അത് GS3 എക്കണോമിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. പിന്നെ സബ് ക്ലാസിഫിക്കേഷൻ വേർഡ് ത്രൂ അംബേദ്കർ ഐഡൽ, ഇത് നമ്മുടെ എഡിറ്റോറിയലുമായിട്ട് ഉള്ളതാണ്. അപ്പം നമുക്കറിയാം ആ ഒരു SC/STനെ പിന്നെയും സബ് ക്ലാസിഫിക്കേഷൻ ചെയ്യണമെന്ന് സുപ്രീം കോർട്ട് വേർഡിക്റ്റ് വന്നായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് എഡിറ്റോറിയൽ വന്നേക്കുന്നത്. നമ്മളിത് റിലേറ്റഡ് ആയിട്ട് നേരത്തെയും ന്യൂസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അംബേദ്കർ പെർസ്പെക്റ്റീവിൽ ഉള്ളൊരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് എടുത്താണ്. അത് GS2 പൊളിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. റിസർവേഷൻ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, തേർഡ് ന്യൂസ് എന്ന് പറയുന്നത് ഗ്യാപ്പ് ബിറ്റ്വീൻ അലൊക്കേഷൻസ് ഫോർ ഹെൽത്ത് ഔട്ട്കംസ് ഇൻ സ്റ്റേറ്റ്സ്. അപ്പം ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ ഗവൺമെൻറ് ഫണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു ന്യൂസാണ്. ഇപ്പോൾ ഇതിനകത്തൊക്കെ കുറേ ഡേറ്റാ പോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പം ഈ സബ് ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണെങ്കിലും കുറേ ഡേറ്റാ പോയിൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ട് കുറേ ഡേറ്റാ പോയിൻറ്റ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് കുറേ ഹെൽപ്ഫുൾ ആവും. അപ്പം ഇതിലുള്ള ഈ 3 ടോപ്പിക്കുകളിലും കുറേ മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഉള്ളതുകൊണ്ടാണ് ഞാനിത് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ന്യൂസ്, ലേറ്റസ്റ്റ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ സ്റ്റഡി ലിങ്ക്സ് AI ടു ഡിപ്പ് ഇൻ ലേബർ ഇൻകം. ഇപ്പോൾ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ വേൾഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് റിപ്പോർട്ട്, അത് സെപ്റ്റംബർ അപ്ഡേറ്റ് റേസസ് കൺസേൺസ് അബൌട്ട് റേസിംഗ് ഇൻഇക്വാളിറ്റി ആസ് ലേബർ ഇൻകം കണ്ടിന്യൂസ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇൻകം ഡിസ്പാരിറ്റി ഡ്രിവൺ ബൈ ഇൻക്രീസിങ് അഡോപ്ഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഓട്ടോമേഷൻ വിച്ച് ഹാസ് നോട്ട് ഓൺലി എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി ബട്ട് ഓൾസോ റെഡ്യൂസ് ദ ഷെയർ ഓഫ് ഇൻകം ഫോർ വർക്കേഴ്സ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നോക്കുവാണ്. ഇപ്പോൾ സ്റ്റാഗ്നേഷൻ ഓഫ് ലേബർ ഇൻകം. അപ്പം ILOയുടെ റിപ്പോർട്ട് റിവീൽസ് ദാറ്റ് ഷെയർ ഓഫ് ഗ്ലോബൽ ലേബർ ഇൻകം ഹാസ് വിറ്റ്നസ്ഡ് എ ഡിക്ലൈൻ ഓവർ ദ പാസ്റ്റ് 2 decades, which is largely attributed to the rise of AI and automation. Despite improvements in productivity, labor's share of income has decreased in 36 countries due to technological innovations. Inequality is on the rise, with a significant portion of the youth population remaining out of employment, education, or training. ഓക്കെ, AI ആൻഡ് ലേബർ മാർക്കറ്റ് ഡിസ്റപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ AI ഓട്ടോമേഷൻ അത് ബേസ് ചെയ്തിട്ടുള്ള ടെക്നോളജീസ് ലേബർ പ്രൊഡക്ടിവിറ്റി കൂട്ടിയിട്ടുണ്ട്. പക്ഷേ എന്താണ്, ലേബറിൻ്റെ ഇൻകം അവിടെ കുറഞ്ഞിട്ടുണ്ട്. ദ റിപ്പോർട്ട് സജസ്റ്റ് ദാറ്റ് വിതൗട്ട് എ സ്ട്രോങ് പോളിസി റെസ്പോൺസ് വേജസ് ആർ ലൈക്ലി ടു കണ്ടിന്യൂ ദെയർ ഡൗൺവേർഡ് ട്രെൻഡ്. അപ്പോൾ ILO വാണ്ട്സ് ദാറ്റ് ഓട്ടോമേഷൻ കുഡ് ലീഡ് ടു ഫർദർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ് അക്രോസ് വേരിയസ് സെക്ടേഴ്സ്, പെർട്ടിക്കുലർലി ദോസ് വിത്ത് റുട്ടീൻ അല്ലെങ്കിൽ ലോ സ്കിൽഡ് ജോബ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഔട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് സെക്ടറിൽ നിന്ന് മാറേണ്ടി വരും. Okay, impact on inequality. The International Labour Organization emphasizes the negative impacts of technological changes could exacerbate income inequality if benefits are not widely distributed. ഓക്കെ, ഇതിനകത്തെല്ലാം ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് പോളിസി പ്രോപ്പറായിട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇപ്പം ഇതിനൊരു എക്സാമ്പിളാണ് യൂണിവേഴ്സൽ ഇൻകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ വേജ് എന്ന ഫോർമാറ്റ്. അതായത് എല്ലാവർക്കും ഒരു അലോവൻസ് എന്ന രീതിയിൽ ഇത്ര രൂപ മാസം കൊടുക്കുക. ഓക്കെ, എലോൺ മസ്ക് ഒക്കെ മുന്നോട്ട് കൊടുക്കുന്ന ഒരു ആശയമാണ്. കാരണം AI കൊണ്ടുവന്ന് കഴിയുമ്പോൾ AI എല്ലാ സെക്ടറിലും വരും. അപ്പോൾ ആൾക്കാർക്ക് ജോലി ഇല്ലാതാകും. അപ്പോൾ ഈ AI എടുക്കുന്ന പണി വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ വെച്ചിട്ട് ബാക്കിയുള്ളവരെ ഒരു മന്ത്ലി ഇൻകം പോലെ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, കൺട്രീസ് ദാറ്റ് ഫെയിൽ ടു ഇംപ്ലിമെൻറ്റ് ഇൻക്ലൂസീവ് പോളിസീസ് മേ സീ ഹയർ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്സ് and lower income, especially for vulnerable populations. Sustainable Development Goals and AI, അത് ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പാരിസൺ ആണ്. As 2030 deadline for the Sustainable Development Goals approaches, slow progress has been made on goals related to decent work and economic growth. അത് SDG 6 ആണ്, 8 ആണ്. SDG 9 ഉണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഉള്ള സംഭവം തന്നെയാണ്. The global labor income share has reduced by 1.6 percentage points between 2019 to 2022.
The report suggests that the labor income share has remained in its 2004 level. Income would have been എന്താണ് 2.4 ട്രില്യൺ ഹയർ ആയിരിക്കണം ഇൻ 2024. ഓക്കെ, അപ്പം ഇത് എയും എസ് ഡി ജി ഗോൾസും തമ്മിലുള്ള ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ ഒരു റിലേഷനാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഗ്ലോബൽ ലേബർ ഷെയർ ഇൻകം 1.6% പോയിൻറ്റ്സ് കുറഞ്ഞിട്ടുണ്ട് ബിറ്റ്വീൻ 2019 ആൻഡ് 2022. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് ആൻസറിൽ എഴുതാം? ഈ ഒരു കോട്ട് നമ്മുടെ ILO റിപ്പോർട്ട് ബേസ് ചെയ്തിട്ട് 1.6% പോയിൻറ്റ്സ് 2019 to 2020 ഇടയ്ക്ക് ഗ്ലോബൽ ലേബർ ഷെയർ ഇൻകം കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൗ ടെക്നോളജി വിൽ റീപ്ലേസ് അൺസ്കിൽഡ് ലേബർ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ ഈ ഒരു ഡേറ്റ വെച്ച് നിങ്ങൾക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ COVID-19 ആൻഡ് AI റിലേറ്റഡ് ഡിക്ലൈൻസ്. ഇപ്പോൾ COVID-19 പാൻഡമിക് കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി ടു ദ ലേബർ ഇൻകം ഡിക്ലൈൻ വിത്ത് നിയർലി 40% ഓഫ് ദ റിഡക്ഷൻ ഒക്കറിംഗ് ബിറ്റ്വീൻ 2020 ആൻഡ് 2022. Okay, the pandemic accelerated the adoption of AI and automation, which reduced the demand for manual labor across industries. ഓക്കെ, പോളിസി റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൺട്രീസ് നീഡ് ടു അഡോപ്റ്റ് policies that promote equitable distribution of economic benefits to mitigate the impact of automation. The ILO stresses the need for comprehensive social protection measures, freedom of association, collective bargaining, and effective labor administration. Government should focus on upskilling workers, particularly in sectors vulnerable to automation. ഓക്കെ, അപ്സ്കില്ലിംഗ് ആണ് ഒരു പോസിബിൾ സൊല്യൂഷനായിട്ട് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ? ഓക്കെ, ഇറ്റ് ഈസ് ദ ഓൺലി ട്രൈപാർട്ടൈറ്റ് UN ഏജൻസി. ഇറ്റ് ബ്രിങ്സ് ടുഗദർ ഗവൺമെൻറ്റ്സ്, എംപ്ലോയേഴ്സ്, വർക്കേഴ്സ് ഓഫ് 187 മെമ്പർ കൺട്രീസ്. ഇന്ത്യ ഒരു മെമ്പറാണെന്ന് ഓർത്തിരിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ. ടു സെറ്റ് ലേബർ സ്റ്റാൻഡേർഡ്സ്, ഡെവലപ്പ് പോളിസീസ് ആൻഡ് ഡിവൈസ് പ്രോഗ്രാംസ് പ്രൊമോട്ടിംഗ് ഡീസൻറ്റ് വർക്ക് ഫോർ ഓൾ വുമൺ ആൻഡ് മെൻ. ഇത് നോബൽ പീസ് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട് 1969. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1919 ബൈ ദ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് ആസ് എൻ അഫിലിയേറ്റഡ് ഏജൻസി ഓഫ് ദ ലീഗ് ഓഫ് നേഷൻസ്. ഓക്കെ, ഫസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ഏജൻസി, അഫിലിയേറ്റഡ് സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് UN ഇൻ 1946. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവ, സ്വിറ്റ്സർലാൻഡിലാണ് എന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് ന്യൂസിലോട്ടാണ് നമ്മൾ പോകുന്നത്. SC/STസിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് അഡ്രസ്സ് ചെയ്യുന്നത് സോഷ്യൽ ജസ്റ്റിസ് വിത്തിൻ ദ SC കമ്മ്യൂണിറ്റീസ് ബൈ റെക്കഗ്നൈസിങ് ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഡിപ്രിവേഷൻ എമംഗ് ദം. അപ്പം അതിൽ അംബേദ്കർസ് ഐഡിയൽസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, ഫെർട്ടേണിറ്റി, ഇക്വാലിറ്റി, അതൊക്കെയാണ് ഇന്ത്യാസ് കാസ്റ്റ് സിസ്റ്റത്തിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ എഡിറ്റോറിയൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു SC/STസിനെ ഡീക്ലാസിഫൈ ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്താ? നമുക്കറിയാം SC/STs ഒക്കെ ആണെങ്കിലും അവരിലും ഈ കാസ്റ്റ് സിസ്റ്റം, ഇൻസൈഡിൽ കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബെനിഫിറ്റ്സ് കിട്ടുന്നത് ഈ SC/ST കമ്മ്യൂണിറ്റീസിൽ തന്നെ ഹയർ കാസ്റ്റിലുള്ള ആൾക്കാർക്കായിരിക്കും ബെനിഫിറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ അതിൽ താഴെത്തട്ട് കിടക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സോഷ്യൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് ബെനിഫിറ്റ്സ് കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സബ് ക്ലാസിഫിക്കേഷൻ വന്നു കഴിയുവാണെങ്കിൽ ഈ ബെനിഫിറ്റ്സ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു സബ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരണമെന്ന് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ the judgment delivered in August 2021 addresses the subcategorization within the SCs, aiming to distribute the benefits of reservations more equitably. The court's decision reflects the growing realization that the social and economic circumstances of various Dalit subcastes vary significantly, leading to the need for more nuanced policies. അപ്പം അംബേദ്കർസ് വിഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്താണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ, ഹു ഡെഡിക്കേറ്റഡ് ഹിസ് ലൈഫ് ഫോർ ഫൈറ്റിംഗ് കാസ്റ്റ് ഒപ്രഷൻ, ആർഗ്യൂഡ് ദാറ്റ് ദ ഡിസ്മാൻഡ്ലിംഗ് ഓഫ് കാസ്റ്റ് ഹയറാർക്കീസ്, എൻഷുറിംഗ് ഈക്വൽ റൈറ്റ്സ് ഫോർ ഓൾ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, പെർട്ടിക്കുലർലി ഡെലിറ്റ്സ്. അംബേദ്കറിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഫെർട്ടേണിറ്റി, കോപ്പറേഷൻ ബിറ്റ്വീൻ വേരിയസ് SC കമ്മ്യൂണിറ്റീസ് അലൈൻ വിത്ത് ദ നീഡ് ഫോർ സബ് ക്ലാസിഫിക്കേഷൻ, which seeks to ensure the most disadvantaged within these groups receive adequate attention. Okay, his struggle during the anti-caste movement such as Mohad Satyagraha, Kalaram Temple Entry movement focused on uniting Dalits while addressing internal caste divisions. അപ്പം അംബേദ്കർ
ഇൻറ്റേർണൽ കാസ്റ്റ് ഡിവിഷൻസിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ പ്രിലിംസിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഓർത്തോണം, ഇൻറ്റേർണൽ കാസ്റ്റ് ഡിവിഷൻസ് അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് അംബേദ്കർ. അപ്പോൾ നീഡ് ഫോർ സബ് ക്ലാസിഫിക്കേഷൻ. ദി ജഡ്ജ്മെൻറ്റ് അണ്ടർസ്കോർസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് അഡ്രസ്സിംഗ് ഹിസ്റ്റോറിക്കൽ മാർജിനലൈസേഷൻ ഓഫ് സ്പെസിഫിക് സബ് കാസ്റ്റ് സച്ച് ആസ് മാങ് ആൻഡ് മദിഗ കമ്മ്യൂണിറ്റീസ് വിച്ച് ഹാവ് നോട്ട് ഫുള്ളി ബെനിഫിറ്റഡ് ഫ്രം ദി എക്സിസ്റ്റിംഗ് റിസർവേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ അവർക്ക് അൺഈക്വൽ ആക്സസ് ആണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ SC ST കമ്മ്യൂണിറ്റീസിൽ തന്നെ താഴെത്തട്ടി കിടക്കുന്ന ഡെലിറ്റ് കമ്മ്യൂണിറ്റീസിനൊന്നും ഈ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ റിസർവേഷനിൽ പിന്നെയും സബ് കാറ്റഗറൈസേഷൻ വേണമെന്ന് സുപ്രീം കോർട്ട് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു വേ ഫോർവേഡ് പറയുവാണെങ്കിൽ, വേർഡിക്ട് പ്രസൻസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ക്രിയേറ്റ് പോളിസീസ് ദാറ്റ് റിഫ്ലക്ട് ദ ഡൈവേഴ്സ് റിയാലിറ്റീസ് വിത്തിൻ ദ SCs, പ്രൊമോട്ടിംഗ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്. Government should focus on strengthening educational and economic opportunities for the most marginalized subcaste. Implementation of subclassification must be carefully monitored to ensure that it does not lead to further division or undermine the broader struggle for Dalit rights. ഓക്കെ, അപ്പം ഇതിനൊരു മെയിൻസ് ക്വസ്റ്റിന് കൂടി നമുക്ക് നോക്കാം. SC STs ഒക്കെ റിലേറ്റഡ് ആയിട്ട് പ്രിലിംസിലാണെങ്കിൽ ഏതൊക്കെ ബോഡിയാണ് SC ST റിലേറ്റഡ് ആയിട്ട് വരുന്ന ഗവൺമെൻറ് ബോഡീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 2 major legal initiatives by the state since independence addressing discrimination against scheduled tribes, അത് 2017 ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ 2 major legal initiatives by state since independence ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989 ആണ്. ദിസ് ആക്ട് പ്രിവെൻസ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. രണ്ടാമത്തേന്ന് വെച്ചാൽ പഞ്ചായത്ത് അല്ലെങ്കിൽ പെസ ആക്ട്, പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആക്ട് 1996 ആണ്. ദിസ് ആക്ട് പ്രൊവൈഡ്സ് പ്രൊവിഷൻസ് ഫോർ ദ ഷെഡ്യൂൾഡ് ട്രൈബ്സിന് ഉള്ള റൈറ്റ്സിനെ കുറിച്ചാണ് പെസ ആക്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ആൻസർ സ്ട്രക്ചർ ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഗ്യാപ്പ് ബിറ്റ്വീൻ അലൊക്കേഷൻസ് ഫോർ ഹെൽത്ത് ഔട്ട്കംസ് ഇൻ സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് വെച്ചാൽ, യൂണിയൻ ബഡ്ജറ്റ് അലൊക്കേഷൻസ് ഫോർ ഹെൽത്ത് ഇൻ ഇന്ത്യ ആർ ഓഫൺ ഹെയിൽഡ് ആസ് സബ്സ്റ്റാൻഷ്യൽ, യെറ്റ് ദ ആക്ച്വൽ ഔട്ട്കംസ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ഷോ എ സിഗ്നിഫിക്കൻറ്റ് ഡിസ്പാരിറ്റി. അപ്പോൾ ഇതിൽ നമുക്കറിയാം, ചില സ്റ്റേറ്റ്സ് എസ്പെഷ്യലി നോർത്തേൺ സ്റ്റേറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് കെയറിലുള്ള കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അവിടെ പ്രോപ്പർ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഒന്നും നടക്കത്തില്ല. അത് പ്രധാനമന്ത്രി ആയുഷ് ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ ആൻഡ് ദ ഹ്യൂമൻ റിസോഴ്സസ് ഫോർ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് aim to bridge these gaps by enhancing infrastructure and building healthcare capabilities. അപ്പോൾ ഇതിലും കുറച്ചുകൂടെ ചാലഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് ഈ എഡിറ്റോറിയൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മേജർ ഹെൽത്ത് സ്കീംസ് ആൻഡ് ദെയർ എയിംസ് നമ്മൾ നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് വൺ PMABM ആണ്. അത് എൻഹാൻസസ് അല്ലെങ്കിൽ ഫോക്കസസ് ഓൺ എൻഹാൻസിങ് ദ ഫിസിക്കൽ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ സ്റ്റേറ്റ്സ് ബൈ ബിൽഡിംഗ് ക്രിട്ടിക്കൽ പബ്ലിക് ഹെൽത്ത് യൂണിറ്റ്സ്, ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ലബോറട്ടറീസ്. അതൊക്കെ എന്താണ്, ഫ്യൂച്ചർ ഹെൽത്ത് ഇമർജൻസീനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഉള്ള ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ഫോക്കസ് ചെയ്യുന്നതാണ് PMABHIM. ഓക്കെ, പിന്നെ HRHME ഫോക്കസസ് ഓൺ അല്ലെങ്കിൽ ടാർഗറ്റ്സ് ബിൽഡിംഗ് മെഡിക്കൽ കോളേജസ് ആൻഡ് സ്ട്രെങ്തനിങ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ഹെൽത്ത് കെയർ സെക്ടർ ടു എൻഷുർ മോർ ഇക്വിറ്റബിൾ ആക്സസ് ടു മെഡിക്കൽ സർവീസ്. ഓക്കെ, അപ്പം അലൊക്കേഷൻ ആൻഡ് ന്യൂട്രലൈസേഷനിലുള്ള, അതായത് ഫണ്ട് അലൊക്കേഷനിലും അത് ആ ഫണ്ട് യൂസ് ചെയ്യുന്നതിനുള്ള ഗ്യാപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ, ഇതൊക്കെ ഡേറ്റ പോയിൻറ്റ്സ് ആണ്, നിങ്ങൾക്ക് മെയിൻസിൽ എഴുതാൻ പറ്റും. സിഗ്നിഫിക്കൻറ്റ് പ്രൊപ്പോർഷൻ ഓഫ് ഹെൽത്ത് അലൊക്കേഷൻസ് ഇൻ യൂണിയൻ ബഡ്ജറ്റ് ഗോസ് ടുവേർഡ്സ് ക്രിട്ടിക്കലി സ്പോൺസേർഡ് centrally sponsored schemes. However, the realization of these funds സ്റ്റേറ്റ് ലെവലിൽ അത് ഭയങ്കര കുറവാണ്. ഓക്കെ, അപ്പോൾ അത് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് ചാലഞ്ചസ് കാരണം അത് കുറയുന്നുണ്ട്. അപ്പം 2022 to 2023 ഡേറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലെസ് ദാൻ 50% ഓഫ് ദ റിസോഴ്സസ് ഇതിന് വേണ്ടിയിട്ട്, അതായത് സെൻട്രലി സ്പോൺസർഡ് സ്കീമിൽ അലൊക്കേറ്റ് ചെയ്തേക്കുന്നത് മാത്രമേ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ. അതായത് ആ ഫണ്ട് അലൊക്കേഷനിലും അതിൻ്റെ യൂസേജിലുള്ള ഇൻഎഫിഷ്യൻസിയാണ് അത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ഹാവ് ബീൻ പെർട്ടിക്കുലർലി നോട്ടീസബിൾ ഇൻ സ്കീംസ് റിലേറ്റഡ് ടു ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് യൂട്ടിലൈസേഷൻ ഓഫ് ഹെൽത്ത് ഫണ്ട്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, 15th ഫൈനാൻസ് കമ്മീഷനിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ്, ഹെൽത്ത് ഗ്രാൻസ് കൊടുക്കണമെന്ന്. ഓക്കെ, ബട്ട് ദീസ് ഫണ്ട്സ് ഹാവ് ബീൻ
ഇൻകൺസിസ്റ്റൻ്റ്ലി ഡിസ്പേഴ്സ്ഡ്. അതായത് ഒരു പ്രോപ്പർ ഇൻ്റർവെൽ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ഇത് ഡിസ്പേഴ്സ് ആയിട്ടുള്ളത്. ആൻഡ് അത് പുവർ മാനേജ്മെൻറ്റുമാണ് ആ ഒരു ഫണ്ട് അലൊക്കേഷനിൽ. സെവറൽ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ദിസ്, ഇൻക്ലൂഡിംഗ് ബ്യൂറോക്രാറ്റിക് ഡിലേസ്, lack of coordination between union and state governments, and insufficient local capacity to absorb funds. But specific programs like PM Abhim have faced hurdles in states due to lack of effective planning and monitoring മെക്കാനിസംസ്. അപ്പോൾ എസ്പെഷ്യലി ഈ കോവിഡ് ടൈമിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ഈ നോർത്ത് ഇന്ത്യയിൽ എസ്പെഷ്യലി ബീഹാർ യു പിയിലൊക്കെയുള്ള ഹോസ്പിറ്റൽസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വന്നതാണ്. അപ്പോൾ വെരി പുവർ മാനേജ്മെൻ്റ് ആണ് അവിടെയൊക്കെ വരുന്നത്. ഓക്കെ, ചാലഞ്ചസ് ഈ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള പ്രശ്നം എന്താണ്? വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഹെൽത്ത് അലൊക്കേഷൻസ് ഈസ് ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, എസ്പെഷ്യലി ഇൻ റൂറൽ ആൻഡ് underserved areas. Okay. However, gaps in the operationalization of infrastructure projects such as building health and wellness centers have delayed the benefits of these schemes. Okay, states that struggle with weak health infrastructure have found it difficult to meet targets set under these centrally sponsored schemes. ഓക്കെ, പിന്നെ ഉള്ളത് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, അതിലുള്ള ഫാക്കൽറ്റിയുടെ ഷോർട്ടേജും ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ലെസ് ദാൻ 50% ഓഫ് ദ ഫണ്ട് മാത്രമാണ് അലൊക്കേറ്റ് ചെയ്തത്. അതുപോലെ തന്നെയുള്ളൊരു ഡേറ്റ പോയിൻ്റ് ആണ്. നിയർലി 70% ഓഫ് ദ പൊസിഷൻസ് ഫോർ ഫാക്കൽറ്റി റിമെയിൻ വേക്കൻറ്റ് ഇൻ സ്റ്റേറ്റ് റൺ മെഡിക്കൽ കോളേജസ്, വിച്ച് അണ്ടർമൈൻ ദ ഗോൾ ഫോർ എക്സ്പാൻഡിങ് ഹെൽത്ത് കെയർ സർവീസസ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ പോയിൻ്റ് ആണ്. അപ്പോൾ ഷോർട്ടേജ് ഓഫ് ക്വാളിഫൈഡ് ഫാക്കൽറ്റി എസ്പെഷ്യലി ഇൻ മെഡിക്കൽ കോളേജസ് ഈസ് വൺ ഓഫ് ദ പ്രസിംഗ് ചാലഞ്ചസ് ദാറ്റ് ഇംപീഡ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് അണ്ടർ HRHME. ഓക്കെ, HRHME എന്താണ്? മെഡിക്കൽ കോളേജസ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാമെന്നുള്ളതാണ്. പക്ഷേ അവിടെ 70% ഓഫ് ദ ഫാക്കൽറ്റി പൊസിഷൻസും വേക്കൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. എ റിലേറ്റഡ് ചാലഞ്ച് ഈസ് ദ ലാക്ക് ഓഫ് ട്രെയിൻഡ് സ്പെഷ്യലിസ്റ്റ് ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, which has a direct impact on the quality of care provided. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ലെവൽ വേരിയേഷൻസ് എന്നാണ് ഈ ഹെൽത്ത് ഔട്ട്കംസിൽ. ഓക്കെ, ഈ ഫണ്ട് അലൊക്കേഷൻസ് വരുന്നുണ്ട്. അപ്പം ഔട്ട്കംസ് വേരി വൈഡ്ലി അക്രോസ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, ഉത്തർപ്രദേശിലും ബീഹാറിലും എന്താണ് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫണ്ട്സ് യൂസ് ചെയ്യുന്ന എഫിഷ്യൻസി വളരെ പുവറാണ്, പാർട്ട്ലി ഡ്യൂ ടു ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ്സ് ആൻഡ് ദ ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്. In contrast to state with better governance framework, ഫോർ എക്സാമ്പിൾ തമിഴ്നാടിൽ, നമ്മുടെ കേരള പോലത്തെ സ്റ്റേറ്റ്സിലാണെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് മോർ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ആണ് റിസോഴ്സസിൻ്റെ. അത് കാരണം തന്നെ ഗുഡ് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കിവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറീസ് ആൻഡ് ചാലഞ്ചസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ദ പ്ലാൻ ടു ഇൻറ്റഗ്രേറ്റ് ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് ലാബ്സ് വിത്ത് ദ ഓവറോൾ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഹാവ് ബീൻ സ്ലോ, എഫക്റ്റിംഗ് ദ എബിലിറ്റി ടു കണ്ടക്ട് ഏർലി ഡയഗ്നോസിസ് ആൻഡ് റെസ്പോണ്ട് ടു പബ്ലിക് ഹെൽത്ത് ക്രൈസ്. ഓക്കെ, അപ്പം ഇപ്പോൾ ഇൻ കേസ് ഓഫ് കേരള നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലുള്ള ഹെൽത്ത് കെയർ എമർജൻസീസ് വരുന്നുണ്ട്. നിപ്പ, അതുപോലെ തന്നെ കോവിഡിൻ്റെ കേസസ് ഒക്കെ ആണെങ്കിലും ആ സമയത്തൊക്കെ എന്താണ് നമുക്ക് അങ്ങനൊരു ആക്റ്റീവായിട്ടുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അതിനെയെല്ലാം തരണം ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഡിലേസ് ഇൻ ഓപ്പറേഷനൈസേഷൻ ഓഫ് ദീസ് ലാബ്സ് ഹാവ് വീക്കൻഡ് ദ intended or preparedness for health emergencies and disease outbreaks. ഓക്കെ, ഇതിനൊരു വേ ഫോർവേഡ് നമ്മൾ പറയുവാണെങ്കിൽ, കണ്ടക്ട് എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ഹെൽത്ത് ഔട്ട്കംസ് ബിറ്റ്വീൻ ഹൈ പെർഫോമിംഗ് ആൻഡ് ലോ പെർഫോമിംഗ് സ്റ്റേറ്റ്സ്. അപ്പോൾ അങ്ങനെ കമ്പാരിസൺ നടത്തുമ്പോഴേക്കും എവിടെയാണ് ഫണ്ട് യൂട്ടിലൈസേഷനിൽ പ്രശ്നം വരുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ പോരായ്മകൾ അഡ്രസ്സ് ചെയ്ത് വേണം പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാനായിട്ട്. അനലൈസ് ദ ഇമ്പാക്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ലാബ്സ് ഓൺ ഡിസീസ് സർവൈലൻസ് and early diagnosis in rural areas, evaluate the role of state-specific governance mechanisms in improving the efficiency of health scheme implementation. ഓക്കെ, അപ്പം ഇതാണ് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ട് അലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലുള്ള ഡേറ്റ പോയിൻറ്റ്സും അപ്പോൾ അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സബ് കാറ്റഗറൈസേഷൻ ഓഫ് SC ആൻഡ് STസിനെ കുറിച്ചും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ സ്കീമുകൾ അല്ലെങ്കിൽ SC STസിനെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്കീമുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അവിടെ എത്രത്തോളം ഡിസ്പാരിറ്റി ഉണ്ട് ഇൻസൈഡ് ദാറ്റ് കാസ്റ്റ് സിസ്റ്റത്തിൽ ഉള്ള ഡിസ്പാരിറ്റീസും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ജഡ്ജ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ആ കേസ് ആണെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് കുറേ വാലിഡേഷൻ തരുന്ന കുറച്ച് ന്യൂസസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇപ്രാവശ്യത്തെ DNA അനാലിസിസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.